നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സ് ആണ്, നിങ്ങളുടെ എനർജിയെ കണക്ട് ചെയ്യേണ്ട റീഡിങ്സ് ആണ്. ഇന്നത്തെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കറൻറ്റ് സമയവും മുന്നോട്ടേക്ക് നിങ്ങളുടെ ലൈഫ് എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്നും നിങ്ങൾ ഇന്നത്തെ ദിവസം മുതൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് എന്നുള്ളതെല്ലാം കണക്ട് ചെയ്താണ് കേട്ടോ നമ്മൾ റീഡിങ്സ് എടുക്കുന്നത്. കൂടാതെ തന്നെ റിലേഷൻഷിപ്പ്, കരിയർ, ഫിനാൻസ് ഇതെല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ റീഡിങ്സ് എടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്ട് ചെയ്യണം, നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടൊരു റീഡിങ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിലെ കറൻറ്റ് സമയം, നിങ്ങളുടെ പാസ്റ്റിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പോഴും നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും നെഗറ്റീവ് എനർജി, ബ്ലാക്ക് മാജിക്ക്, ദൃഷ്ടിദോഷം, മറ്റുള്ളവരുടെ ശാപദോഷങ്ങൾ, പൂർവ്വ കർമ്മ എനർജി, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക നമ്മുടെ പൂർവികരുടെ കർമ്മ എനർജി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബ്ലോക്കേജ് വരുന്നത്. നമ്മളിതൊന്നും വിശ്വസിക്കാതെയും ശ്രദ്ധിക്കാതെയും നമ്മുടേതാകുന്ന രീതിയിൽ ആക്ഷൻ എടുത്ത് പോകുമ്പോഴാണ് നമുക്ക് ബ്ലോക്കേജുകൾ ശക്തമായി സംഭവിക്കുന്നതും നമ്മളെ പരീക്ഷിക്കുന്നതും. അതായത് നമ്മൾ തിരിഞ്ഞു നോക്കാൻ, ചിന്തിക്കാൻ വേണ്ടിയിട്ടും കർമ്മ ഹീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മളെ കൂടുതൽ സ്ട്രഗിളിങ്, കൂടുതൽ പ്രോബ്ലംസിലേക്ക് കണക്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ട് എന്നൊക്കെ ഉള്ളത് വ്യക്തമാക്കാനും സാമ്പത്തിക ഇടപാടുകളിൽ, കൊടുക്കൽ വാങ്ങലുകളിലൊക്കെ ഏർപ്പെടുന്നതിന് മുമ്പൊക്കെ നമ്മളൊരു ഗൈഡൻസ് തേടുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ റിലേഷൻഷിപ്പുകളെ സംബന്ധിച്ചാണെങ്കിലുമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നിങ്ങൾ കാര്യങ്ങൾ വ്യക്തത വരുത്തി മുന്നോട്ടേക്ക് പോകുന്നത് കേട്ടോ. പിന്നെ നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു റീഡിങ്സ് ലഭിക്കുന്നതെന്നുകൂടി മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾക്കൊരു വിശ്വാസവും ഉറപ്പും ഉണ്ടെങ്കിൽ മാത്രം പേഴ്സണൽ റീഡിങ്സ് എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പണിക്ക് പോവുകയേ ചെയ്യരുത് കേട്ടോ. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ എന്നും ഉണ്ടാവണം കേട്ടോ. കൂടാതെ തന്നെ റൈറ്റ് ഹീലിംഗ്, മണി അഫർമേഷൻസ്, അതുപോലെ തന്നെ അഫർമേഷൻസ് ഇതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, പറ്റുന്നതൊക്കെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. മണി അഫർമേഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പൂർവ്വ കർമ്മകളൊക്കെ, സാമ്പത്തികപരമായിട്ടൊക്കെ പൂർവ്വജന്മത്തിൽ പോലും ചെയ്ത കർമ്മയെ ഹീലാക്കി കളയും. നമ്മൾ ഈ ജന്മം നല്ലതാണെങ്കിലും നമ്മളുടെ മുൻ ജന്മങ്ങളിൽ നമ്മൾ ഏതൊക്കെ അവസ്ഥയിലൂടെ, ഏതൊക്കെ ക്യാരക്ടറിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തികളാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അവിടെയൊക്കെയുള്ള പാവങ്ങളെ, സാമ്പത്തികപരമാകുന്ന ധനപരമാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് ഹീലാക്കി പുറത്ത് കടക്കാൻ പറ്റുന്നതാണ് മണി അഫർമേഷൻസ്. നമ്മുടെ റീഡിങ്സിൻ്റെ ലാസ്റ്റ് എഴുതിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ഹീലിംഗ് എന്ന് പറയുമ്പം നിങ്ങളിപ്പോൾ കറൻറ്റ്ലി സ്ട്രഗിൾ ചെയ്യുന്ന, നിങ്ങളെ തകർക്കുന്ന, നിങ്ങളെ വേദനിപ്പിക്കുന്ന, നിങ്ങളെ പരാജയപ്പെടുത്തുന്ന വ്യക്തികളുടെയും സാഹചര്യങ്ങളെയും എഴുതി കത്തിച്ച് കളയുന്നതാണ്. അവരോട് സംസാരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്ത് കടക്കണമെന്ന് നിങ്ങൾ പ്രപഞ്ച ശക്തിയോട് ആവശ്യപ്പെടുക. അങ്ങനെ നിങ്ങളൊരു സ്ക്രിപ്റ്റ് പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ കുറേ കാര്യങ്ങളൊരു സ്റ്റോറി പോലെ എഴുതി കത്തിച്ച് കളയുന്നതിനെയാണ് റൈറ്റ് ഹീലിംഗ് എന്ന് പറയുന്നത്. അഫർമേഷൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളാണ്. നിങ്ങൾക്ക് നാളെ എവിടെ എത്തണമെന്നുള്ളത് ഈ കറൻറ്റിൽ നിങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രപഞ്ചശക്തിയോട് നന്ദി പറയും. ഇപ്പോൾ എനിക്ക് എല്ലാ മാസവും 5 ലക്ഷം രൂപ വരുമാനം എൻ്റെ അക്കൗണ്ടിൽ വന്ന് ചേരുന്നതിൽ ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. ഞാൻ ആഗ്രഹിച്ച ആ ഒരു ജോബിൽ ഞാനിപ്പോൾ കറൻറ്റിൽ സമാധാനം, സന്തോഷമായിട്ട് വർക്ക് ചെയ്യുന്നതിൽ ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയോടൊത്ത് ഏറ്റവും പോസിറ്റീവായിട്ട്, ഏറ്റവും ശക്തമായി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നതിൽ ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മളുമായിട്ട് വളരെ മോശമായിട്ട് ഇടപെടുന്ന, നമ്മളോട് ദേഷ്യം, വയശി, വൈരാഗ്യം ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള ബന്ധം വളരെ ഹീലാക്കാനും അവരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പോസിറ്റീവായിട്ട് എഴുതിയാൽ മതി. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷനിലൊക്കെ മാറ്റം വരും. പക്ഷേ ഇതെല്ലാം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണമെങ്കിൽ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഫലപ്രദമാകണമെങ്കിൽ നിങ്ങൾ അത്രത്തോളം വിശ്വാസത്തോടു കൂടി ചെയ്യണം. ചുമ്മാ ഇരുന്ന് ചെയ്ത് വിട്ടിട്ട് അല്ല, എഴുതുന്ന സമയത്ത് വിശ്വാസം ഉണ്ടാവുക, അതിന് ശേഷം വിട്ടുകളയുക കേട്ടോ.
നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്, ഒരു സ്റ്റാർട്ടിങ് ടൈം എന്ന് പറയുന്നത് വളരെ ഇമോഷണൽ ബാലൻസോട് കൂടിയാണ് കേട്ടോ. വളരെ ഹാപ്പിനെസ്സോട് കൂടി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തുടങ്ങുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. വെയിറ്റിംഗ് ചെയ്തിരുന്ന ചില ഗുഡ് ന്യൂസുകൾ, നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഡിലേ ആയിട്ടിരുന്ന ചില ഗുഡ് ന്യൂസുകൾ കേൾക്കാൻ പറ്റും. ഒരു പക്ഷേ ആരുടെയെങ്കിലും കോളോ മെസ്സേജോ വരുന്നതാവാം, അതല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് അറിയാൻ നിങ്ങൾ വളരെയധികം കാത്തിരുന്നത് മറ്റാരിൽ നിന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കാം. ഒരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ പോസിറ്റീവായ ഒരു എന്താ പറയുക, ഒരു ഗാംഭീര്യമുള്ള പ്രൗഡായ ഒരു ദിവസത്തിൻ്റെ എനർജിയാണ് ഇന്ന് നിങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇമോഷണലി ഒരു സെൽഫ് ലവ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കണം എന്നൊക്കെ ഉള്ളൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ദിവസമാണ്. മറ്റാരിൽ നിന്നൊക്കെയോ നിങ്ങൾക്ക് കിട്ടിയിരുന്ന ഉപദേശം, മറ്റാരൊക്കെയോ നിങ്ങളോട് ചോദിച്ച് സഹായം അഭ്യർത്ഥിച്ചു കൊണ്ടിരുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ആശ്രയിക്കുന്ന ചില വ്യക്തികളെ കുറച്ചുകൂടി നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ്, സാമ്പത്തിക ബ്ലോക്ക് അനുഭവിച്ചു കൊണ്ടിരുന്നവർ, ഫിനാൻഷ്യലി ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ ആ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് മാറ്റി കിട്ടുന്ന, നിങ്ങളുടെ സമയം ചേഞ്ച് ആകുന്ന സിറ്റുവേഷൻസും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതാകുന്നൊരു സെൽഫ് കോൺഫിഡൻസ്, നിങ്ങൾ ഭയത്തെ മറികടക്കുകയാണ് കേട്ടോ ഇന്ന്. ഒരു പക്ഷേ ഇന്നലകൾ വരെ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു കാണും. എൻ്റെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ സാഹചര്യങ്ങൾ, എനിക്കെപ്പോഴും മുന്നോട്ടേക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പം നിങ്ങൾക്കൊരു ഇരുണ്ട അവസ്ഥ മാത്രം, ഒരു ഇരുട്ട് മാത്രം മുന്നിൽ കാണേണ്ടി വന്ന, ഒന്നും തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു ഫ്യൂച്ചറിലേക്ക് നോക്കി നിൽക്കേണ്ടി വന്ന വ്യക്തികളെ സംബന്ധിച്ച് ഇന്നു മുതൽ നിങ്ങൾക്ക് അവിടെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയാണ്. ഇന്നത്തെ ദിവസം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ചേഞ്ചിങ് നൽകുന്നതായിട്ട് കാണുന്നു. ധൈര്യം, ഏറ്റവും പവർഫുള്ളായിട്ട് നമുക്കിവിടെ കിട്ടുന്നത് ധൈര്യമാണ്. ആ ധൈര്യമെന്ന് പറയുന്നത് എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കും, എനിക്ക് എൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെയ്യാൻ സാധിക്കും, എനിക്ക് ഇമോഷണലി ആരുടെ മുമ്പിൽ, അതായത് ഇമോഷണൽ അഡിക്ഷൻസ്, അതിൽ നിന്നുമാണ് നിങ്ങൾ പുറത്ത് കിടക്കുന്നത്. നിങ്ങൾ പവർഫുൾ ആകുന്ന ഒരു മൈൻഡ് സെറ്റിലേക്കാണ് കറൻറ്റ്ലി മാറുന്നത്. അതുപോലെ തന്നെ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി ഇന്ന് ഉറപ്പായിട്ട് വരും കേട്ടോ. നിങ്ങൾ ആരെങ്കിലും എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ കാത്തിരിക്കുന്നത്, ആ കാത്തിരിക്കുന്ന കാര്യത്തിന് സമാപനം കുറിക്കുകയാണ്, അത് അവസാനിക്കുകയാണ്. ഇനി ഒരു കാത്തിരിപ്പിൻ്റെ ആവശ്യമില്ല. ഒരു ട്രാവൽ പ്രസൻസ് ആയിക്കോട്ടെ, നിങ്ങൾ എന്തെങ്കിലും ഒരു ആഗ്രഹമായിക്കോട്ടെ, ആരുടെയെങ്കിലും കോളോ മെസ്സേജോ ആയിക്കോട്ടെ, നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ ഒരു ജസ്റ്റിസിൻ്റെ എനർജി വന്ന് നിൽപ്പുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം. നിങ്ങളൊരു നീതി നടപ്പിലാക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്, അതൊരു ക്ലാരിറ്റി വരുത്തേണ്ട സാഹചര്യം വരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസോ സാഹചര്യങ്ങളോ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾ ഇന്ന് വളരെ വ്യക്തതയോടുകൂടി ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതാണ്. അതായത് ഒരു ഭയത്തിൽ നിന്നും പുറത്ത് കടക്കുക എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഭയം ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഭയത്തിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുക എന്ന ഒരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ആൻസൈറ്റി, ഡിപ്രഷനിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ഒരു ജസ്റ്റിസ് എനർജി, അതായത് എവിടെയെങ്കിലും കമ്മ്യൂണിക്കേഷൻ, സംസാരത്തിലൊക്കെ എന്തെങ്കിലും ഒരു അസംതൃപ്തിയോ പ്രോബ്ലംസുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ, എവിടെയെങ്കിലും ഒക്കെ ഒരു റോങ് ഫീലിങ്സോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റി ഇല്ലാതെയോ ഒക്കെ നിന്ന സ്ഥലങ്ങളിലൊക്കെ ഇന്ന് നിങ്ങളൊരു ക്ലാരിറ്റി വരുത്തേണ്ട ദിവസമാണ് കേട്ടോ. അതുപോലെ ഒരു ട്രാപ്പ് ഫീലിങ്സ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു ട്രാപ്പ് ഫീലിങ്സിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ചില പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയൊക്കെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നുണ്ട്. ചില ഇടങ്ങളിൽ നിങ്ങളൊരു ക്ലിയറൻസ് കൊടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ്, ഒരു ജസ്റ്റിസ്, നീതി നടപ്പിലാക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ട് കേട്ടോ. അതായത് വളരെ ന്യായമായിട്ട് ശരിയാണെങ്കിൽ ശരിയാണെന്നത് പറയേണ്ട സാഹചര്യം. അതുപോലെ തന്നെ ചിലതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ വെച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ പുറത്തെടുത്ത് പറയേണ്ടി വരുന്ന സിറ്റുവേഷൻസൊക്കെ നമുക്ക് കാണുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഇമോഷണലി
ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു ഗുഡ് ന്യൂസ് വരുന്നു എന്നുള്ളത്. ആ ഒരു ഗുഡ് ന്യൂസ് അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്തിരുന്ന ഒരു കാര്യത്തിൻ്റെ ക്ലാരിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ആ വരുന്നതിൻ്റെ ഫലമെന്ന് പറയുന്നത് ചില കാര്യങ്ങളെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ സാധിക്കും. ഒരു പക്ഷേ എവിടെയെങ്കിലും ഒരു ട്രാപ്പ് എനർജിയിൽ നിന്നവരാണെങ്കിൽ, നിങ്ങൾ ചീറ്റിംഗ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നിട്ടും അതറിയാത്ത വിധം നിങ്ങൾ ആ സാഹചര്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് നിന്ന വ്യക്തികളായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്ന നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് ചിലതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് എടുത്ത് കളയാൻ പറ്റുന്നു, ഉപേക്ഷിക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു സാഹചര്യം തന്നെയാണ് കേട്ടോ. അബണ്ടൻസ് ആണ്, ഇമോഷണൽ അബണ്ടൻസ് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നതായിട്ട് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് നാളായിട്ട് ഉരുകി നിന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവസാനിപ്പിച്ച് കളയാൻ പറ്റും, മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻസ് കൂടി കാണുന്നുണ്ട്. അതുപോലെ എഫേർട്ടിൻ്റെ ഫലം നിങ്ങളെ തേടി വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എഫേർട്ട് എടുക്കുന്നതിൻ്റെ ഒരു പുതിയ തുടക്കം, ഒരു ന്യൂ ബിഗിനിങ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. സെലിബ്രേഷൻ, ആഘോഷത്തിൻ്റെ ഒരു സമയമായിട്ട് നമുക്ക് കാര്യങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ആഘോഷം, ഹാപ്പി മൊമെൻറ്റ്സ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഒരു വളരെ പോസിറ്റീവായ സാഹചര്യം നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. പേജ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ചില വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾ എന്തെങ്കിലും പുതിയ തുടക്കങ്ങളൊക്കെ, പുതിയ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ തുടക്കം, സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് മുന്നിൽ ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും കരിയർ മേഖലയൊക്കെ കണക്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നിടത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി നിങ്ങൾക്കൊരു സ്വസ്ഥമാകുന്ന, സമാധാനമാകുന്ന പുതിയൊരു വ്യക്തിത്വത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതായത് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസുകൾ, അതായത് സംതിങ് റോങ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടപ്പെട്ട ചില വ്യക്തികൾക്കിടയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ സിറ്റുവേഷൻസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നു, പുറത്ത് കടക്കാൻ പറ്റുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് നമുക്കിവിടെ വന്നിരിക്കുന്നത് ലവേഴ്സ് എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ബന്ധങ്ങളിലൊക്കെ ഒരു ദൃഢത വരാൻ പോവുകയാണ് കേട്ടോ. അകലങ്ങളൊക്കെ പാലിച്ച് നിന്നിരുന്ന അല്ലെങ്കിൽ അകന്ന് നിന്നിരുന്ന പല ബന്ധങ്ങളും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകാൻ പോകുന്നു. നിങ്ങളുടെ ആഗ്രഹ സാഫല്യം, തർക്കങ്ങൾ, തടസ്സങ്ങൾ, കോൺഫ്ലിക്റ്റുകളൊക്കെ അവസാനിക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് കാര്യങ്ങൾ വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് നമ്മളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ പറയാൻ പറ്റുന്നൊരു സിറ്റുവേഷൻസ്, നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങളുടെ ധൈര്യം, ദൃഢത, നിങ്ങളുടെ ദൃഢനിശ്ചയം, വിൽ പവർ എനർജിയുടെയൊക്കെ ഫലമായിട്ട്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ മനസ്സിൻ്റെ ശുദ്ധതയുടെ ഫലമായിട്ട്, ആത്മാർത്ഥതയുടെയും സത്യസന്ധതയുടെയും ഫലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വലിയ തടസ്സങ്ങൾ, വലിയ കോൺഫ്ലിക്റ്റുകൾ, അതുപോലെ മറ്റു പ്രശ്നങ്ങൾ, നിങ്ങളുടെ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന സ്വരച്ചേർച്ചയില്ലായ്മ, ഇതിനൊക്കെ ഒരു സമാപനം കുറിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലോസ് ഫീലിങ്സ്, നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ സാമ്പത്തികപരമായിട്ടോ മറ്റു സപ്പോർട്ടിനൊക്കെ വേണ്ടിയിട്ട് സഹായം ചോദിക്കേണ്ടി വരുന്ന, അതല്ലെങ്കിൽ യാചിച്ച് നിൽക്കേണ്ട വ്യക്തികളെ സംബന്ധിച്ച് ആ ബർഡനൊക്കെ ഒന്ന് ഇറക്കി വെക്കുക എന്നുള്ളൊരു ഫീലിങ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങളിൽ ഫോക്കസ്ഡ് ആവുക കേട്ടോ. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഫോക്കസ് ചെയ്യുക എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫോക്കസ് ചെയ്യുക, അതായത് നിങ്ങളൊരു വാല്യൂ കൽപ്പിക്കുക, നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ആവശ്യമില്ലാത്ത ബർഡൻ, നമ്മുടെ ചിന്തകൾ തന്നെയാവും ഏറ്റവും വലിയ ഒരു ഭാരമെന്ന് പറയുന്നത്. അതൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക എന്നതാണ് പ്രപഞ്ചശക്തി നമുക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു സംശയമോ ഭയമോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു അസംതൃപ്തിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അവിടെ ഒരു കൺഫ്യൂഷൻ എനർജി, അതായത് ഒരു ഇംബാലൻസിങ്ങിൽ നിന്നും നിങ്ങൾ ബാലൻസിലേക്ക് വരിക എന്നാണ് പറയുന്നത് കേട്ടോ. ഒന്ന് ബാലൻസ് ആവുക എന്നുള്ളൊരു എനർജി നമുക്ക് പ്രപഞ്ചശക്തി കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ പാസ്റ്റ് ലൈഫിൽ നിന്നുള്ളൊരു വ്യക്തിയുടെ പ്രസൻസ്, നിങ്ങളിൽ ചില വ്യക്തികളുടെ പാർട്ട്ണർ, നിങ്ങൾ വിവാഹം കഴിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിരിക്കുന്നതാണ് കേട്ടോ. പാസ്റ്റ് ലൈഫ് മീൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാസ്റ്റിലെ കുടുംബം, നിങ്ങളുടെ ആ ഒരു ഫാമിലി എനർജിയിൽപ്പെട്ടൊരു വ്യക്തി തന്നെയാണ്. നിങ്ങളുടെ
പാർട്ട്ണർ എനർജി ആയിട്ട് ജീവിതത്തിലേക്ക് കണക്റ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഒരു വ്യക്തതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എനർജി ആയിട്ട് കാണുന്നുണ്ട്. അടുത്തത് നമുക്ക് തന്നിരിക്കുന്നത് 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ. സൗഹൃദ ബന്ധങ്ങളൊക്കെ വിള്ളൽ വന്നിരുന്നെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ട്രാപ്പ് എനർജിയോ അതുപോലെ തന്നെ ഫീലിംഗ് സ്റ്റക്നെസ് ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ ക്ലാരിറ്റി വരുന്നുണ്ട് കേട്ടോ. ഒരു റിയൂണിയൻ പ്രസൻസ്, അകന്ന് നിന്ന ചില സ്നേഹബന്ധങ്ങളൊക്കെ അടുത്ത് ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ കാത്തിരുന്ന ഒരു അബണ്ടൻസ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സൗഭാഗ്യം, സന്തോഷം, സമാധാനമൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. പിന്നെ ഫീലിംഗ് സ്റ്റക്കൻ, അതായത് ഇമോഷണൽ സ്റ്റക്നെസ്, അതായത് ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങൾ, ചില റൊമാൻസൊക്കെ നിങ്ങളെപ്പോഴും ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുന്ന വ്യക്തികളാണെങ്കിൽ, അതായത് സ്നേഹം അങ്ങ് പ്രകടിപ്പിക്കുക എന്നതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ഇമോഷണൽ ബാലൻസ് അതൊന്നും ഹോൾഡ് ചെയ്യേണ്ടതല്ല എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന മറ്റൊരു എനർജി എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇമോഷണൽ അബണ്ടൻസ് പറഞ്ഞില്ലേ, പാസ്റ്റിലെ ചില ബന്ധങ്ങൾ നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇമോഷണൽ അബണ്ടൻസ്, നിങ്ങളുടെ ബന്ധത്തിൽ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിരിക്കുന്ന വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഒക്കെ നല്ലൊരു സപ്പോർട്ട് ലഭിക്കുന്നു. അതായത് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, മറ്റുള്ളവരുടെ ഇടപെടൽ, ഫാമിലി പരമാകുന്ന ഇടപെടലുകൾ ഉണ്ടായിരുന്നവരാണെങ്കിൽ അതെല്ലാം ഒന്ന് ചേഞ്ച് ആവുന്നു, മാറിപ്പോകുന്നതായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടേതാകുന്ന ഒരു ഫ്രീഡം ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. പുതിയൊരു തുടക്കമാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത ചില മാറ്റങ്ങൾ, അതായത് കാര്യങ്ങളെ നിങ്ങൾക്ക് ഗൗരവത്തോടു കൂടി കാണാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും പറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന മെസ്സേജ് മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസർ എന്നാണ് കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച്, അതായത് നിങ്ങളെ ആരെങ്കിലും ആവശ്യമില്ലാതെ അവോയ്ഡ് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഫീലിങ്സ് നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണിച്ചു തരുന്നത് നല്ലതുപോലെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് പ്രപഞ്ചശക്തിയിൽ നിന്ന് തന്നെ കാര്യകാരണങ്ങൾ വ്യക്തമാക്കി നൽകുന്നതായിരിക്കും കേട്ടോ. നിങ്ങളുടെ സ്നേഹത്തെ ആരെങ്കിലും റിജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്കൊരു സ്വപ്ന ദർശനത്തിലൂടെയോ അല്ലെങ്കിൽ അതിൻ്റെ വ്യക്തമാകുന്ന ഒരു കാര്യം, തേർഡ് പാർട്ടി ഉണ്ടായിട്ടാണോ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരുമെന്ന് തന്നെയാണ് പറയുന്നത്. യെസ് എന്നുള്ളൊരു എനർജി ഏഞ്ചൽസ് നൽകിയിരിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെ ഇത് മാനേജ് ചെയ്ത് എനിക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ, ഇത് എന്നെക്കൊണ്ട് സാധ്യമാണോ എന്നൊക്കെയുള്ള ഒരു ചിന്ത, കരിയർ ആയിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ, മറ്റ് സിറ്റുവേഷൻസുകളായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന ചില കാര്യത്തിൽ നിങ്ങൾക്കൊരു റോങ് ഫീലിങ്സ്, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് എസ് എന്ന് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ പറ്റും, നിങ്ങൾക്ക് സക്സസ്സിൽ എത്താൻ പറ്റും, നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് തന്നെയാണ് പറയുന്നത്. ഇൻ ദി നിയർ ഫ്യൂച്ചർ എന്ന് ഏഞ്ചൽസ് പറയുന്നുണ്ട് കേട്ടോ. ഇൻ ദി നിയർ ഫ്യൂച്ചർ, ഈ വരുന്ന അടുത്ത ഏതാനും സമയം നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, പേടിക്കുന്നവരുണ്ടെങ്കിൽ, മറ്റാരെങ്കിലേക്ക് നിങ്ങളെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റാരിൽ നിന്നെങ്കിലും നിങ്ങൾക്ക് നെഗറ്റീവ് ആകുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടാകും, അല്ലെങ്കിൽ അവരെൻ്റെ ശത്രുവാണ്, ഇവരെന്നെ ദ്രോഹിക്കും എന്നൊക്കെയുള്ളൊരു ഒരു സ്വസ്ഥതക്കേട്, വല്ലാത്ത ഒരു പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇൻ ദി നിയർ ഫ്യൂച്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വരുന്ന ഏതാനും സമയങ്ങൾക്കുള്ളിൽ തന്നെ അതിനൊരവസാനം ഉണ്ടാകും. നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലും ഒന്നിനെയും ഭയപ്പെടണ്ട കേട്ടോ. റൊമാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം ഏഞ്ചൽസ്. തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതാകുന്ന ഒരു ലോകം, നിങ്ങൾക്കൊരു തട്ടുകേട്, ഒരു പ്രോബ്ലംസും വരാത്ത വിധം നിങ്ങൾക്ക് നിങ്ങളുടേതാകുന്ന ഒരു ലോകം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പ്രോബ്ലംസുകളും വരില്ല. നിങ്ങൾ സ്വയം ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങുക കേട്ടോ. സെൽഫ് ലവ് എനർജിയിലേക്കൊന്ന് മാറാൻ ശ്രമിക്കുക എന്നുകൂടി പ്രപഞ്ചശക്തി കാണിച്ചു തരുന്നുണ്ട്.